വിപിനെ, നിനക്ക് പ്രഷർ ഉണ്ടോ? നോ. ഷുഗർ? നോ. നിന്റെ കൊളസ്ട്രോൾ എത്രയോ? കൊളസ്ട്രോൾ ഇല്ലേ? അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വിക്കി നോക്കിയേ, വിക്കി ആ മസിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. മസിൽ കണ്ടോ? എടാ, മസിൽ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. നീ ലാസ്റ്റ് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് എത്ര കാലമായി? ലാസ്റ്റ് ബ്ലഡ് ചെക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഫോക്സ്വാഗൻ ചേരനല്ലൂർ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയല്ലോ, അന്നാണ് ആക്ച്വലി ലാസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ സാഹചര്യങ്ങളുടെ ഇതുപോലും നമുക്ക് പറ്റിയില്ല. എടാ, നമ്മളിപ്പോൾ ഉള്ളത് ജീവിതശൈലി രോഗങ്ങളുണ്ട് വലയുന്ന ഒരു കാലഘട്ടത്തിലാണ്. എക്സ്പെഷ്യലി നമ്മളെ പോലത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ കേട്ടോ വെക്കി. അപ്പോൾ നമ്മളെ ഈ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന ആരാ? നമ്മുടെ കമ്പനിയാണ്. അത് കറക്റ്റ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഫോക്സ്വാഗനിലായിരുന്നു നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മരട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാവരും നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ബ്രാൻഡിനകത്തുള്ള 22 ബ്രാൻഡ് 23 ബ്രാൻഡിനകത്തും നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് എടുത്ത് ചേരാൻ എന്നാൽ ഇക്കൊല്ലത്തെ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്നത് ഇന്നാണ് ഇവിടെ MG വെച്ചിട്ട്. മനസ്സിലായോ? അപ്പൊ ഈ MG ഇന്ന് MG മാത്രമല്ല കേട്ടോ, നമ്മുടെ നിസാനുണ്ട്, സ്കോഡ ഉണ്ട്, എല്ലാവരും ഇതിനകത്ത് ഇത് മൂന്നും ഒരു പ്രമിസസിലുണ്ട്. മൂന്നിനെ കമ്പൈൻ ചെയ്തിട്ടാണ്. അതെ, ഇതിനകത്ത് അവര് നോക്കുന്നത് നമ്മുടെ വെയിറ്റ്, ഹൈറ്റ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ക്രിയാറ്റിൻ, യൂറിൻ ഷുഗർ, യൂറിൻ ആൽബുമിൻ, HbSAg എന്തൊക്കെയാണ് അങ്ങനെ എന്തൊക്കെയോ കുറെ സാധനങ്ങളാണ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫിറ്റാണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓ ശരി. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മളന്ന് ചേരുന്നതിലൊരു പോയി നമ്മൾ ഒരുപാട് നമ്മുടെ സ്റ്റാഫിനോട് സംസാരിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് അതിനെ തന്നു. കാരണം ആ എല്ലാവരുടെയും എൻത്യൂസിയാസം. കാരണം നമ്മുടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും നമ്മുടെ ഇവിടെ ഉള്ളതിൽ വെച്ച് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സ്റ്റാഫ് ഉള്ളത് നമ്മുടെ ഫോക്സ്വാഗൻ ചേരുന്നതിലാണ്. എനിക്കോ നമ്മുടെ ആ ഒരു പ്രായ ചേരണമൊക്കെ ഉള്ളൊരു എനിക്കോ ഏറ്റവും ആളൊക്കെയാണെങ്കിലും ഭയങ്കര എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് തോന്നി. എനിക്ക് എന്ത് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് ആൾ വന്ന ഒരു എനർജിയും കാര്യങ്ങളെല്ലാം നമ്മൾ കാണണം. അതുപോലെ തന്നെ നമ്മളന്ന് കണ്ട എല്ലാവരും ഫീഡ്ബാക്ക് അല്ലേ, ഓർക്കുന്നില്ലേ? നമ്മളെല്ലാവരും അത് കഴിഞ്ഞു നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അതുപോലെ അന്ന് ഡോക്ടേഴ്സ് ആണെങ്കിലും 3 ഡോക്ടേഴ്സ് എന്തോ ഉണ്ടായിരുന്നു. അവർ നല്ല ഫീഡ്ബാക്ക്. നമ്മൾ നമ്മുടെ ഡൗട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനത്തെ മെഡിക്കൽ ക്യാമ്പ് എപ്പോഴും എല്ലാ സമയത്തും ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ 6 മാസം കൂടുമ്പോഴെങ്കിലും ഇതേപോലെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. റെഗുലർ ആയിട്ട് നമ്മളെ പ്രഷറും അതുപോലെ തന്നെ ഷുഗറും ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. നീ ഇപ്പൊ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് കുറെ കാലമായില്ലേ? കുറച്ചധികമായി. എടാ, ഓണമൊക്കെയാണ് വരാൻ പോണത്. എന്തായാലും ഇന്നിപ്പോ ഇവിടെ മെഡിക്കൽ ക്യാമ്പിൽ നീ ഷുഗർ ടെസ്റ്റ് ചെയ്തു. എന്തിനാ? ഓണത്തിന് നമുക്ക് എക്സ്ട്രാ 2 ഗ്ലാസ് പായസം കുടിക്കാം. യെസ്, അതന്നെ. എല്ലായിടത്തും പോയിട്ട് നമുക്ക് കുടിച്ചിട്ട് അല്ലേ, എന്തായാലും പോയി ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് EVM ഫോക്സ്വാഗൻ ആൻഡ് സ്കോഡയുടെ HR മാനേജറായിട്ടുള്ള മിസ്റ്റർ ആനന്ദാണ്. ഒരു എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ അതിന് എന്നും ഏറ്റവും ആദ്യം കാണുന്ന ഒരു മുഖമാണ് ആനന്ദ് ഭായിയുടെ. ഇന്നത്തെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിന് എങ്ങനെയാണ് ആനന്ദ് ഭായ് ഡിസൈൻ ചെയ്തത്? നമ്മൾ ഡിസൈൻ ചെയ്ത് ഇവർ നമ്മുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിലേക്ക് വേണ്ടിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മൾ ആര് വന്നാലും നമ്മൾ അങ്ങനെയാണ് മൊത്തത്തിൽ എല്ലാ എംപ്ലോയീസിനും എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മുട്ടം ഏരിയ ആണെങ്കിൽ നമുക്ക് 3 ബ്രാൻഡ് കവർ ചെയ്യാൻ പറ്റും. നിസാൻ ആൻഡ് സ്കോഡ. അപ്പോൾ ഇവർ അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിരുന്നു. നമ്മുടെ ജോസഫിനെ കണ്ടു. ജോസഫിനെ വിളിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ദിവസം അവർക്ക് കൊടുത്തിട്ട് കോമൺ ആയിട്ട് 3 പേർക്കും ഒരു ദിവസം അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഗ്രേറ്റ്. ഇതിൽ ഇപ്പോൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയെന്നും നമ്മളൊന്നും നോർമലി ഇപ്പോൾ ഞാനായാലും ചെക്ക് ചെയ്യാനൊന്നും പോവാറില്ല. അപ്പോൾ ഒരു പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ മടിയാണ്, അഥവാ ഉണ്ടെങ്കിലും എന്നുള്ള പേടിയുണ്ട് നമ്മൾ ചെയ്യാറില്ല. പക്ഷേ എന്തുകൊണ്ടാണ് EVM എപ്പോഴും ഇങ്ങനെ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് നടത്തണേ? നമ്മുടെ ഒരു ഓട്ടോമൊബൈൽ ഡീലർഷിപ്പാണ്, അറിയാലോ. നിങ്ങളിപ്പോൾ നമ്മുടെ GMൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ CEOയുടെ അടുത്താണെങ്കിലും നമ്മുടെ പിള്ളേരുടെ അടുത്ത് സെയിൽസ് കൺസൾട്ടൻ്റെ അടുത്താണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവർ രാവിലെ ഫുൾ പാക്കഡാണ്. രാവിലെ 9 മണിക്ക് വന്നു മീറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് പേഴ്സണലി എന്തെങ്കിലും അസുഖം വന്നാലാണ് അവർ പോകുള്ളൂ. നമ്മളൊരു 6 മാസം കൂടുമ്പോൾ നടത്താറുണ്ട് ഇത്. അർജുന അറിയായിരിക്കും, ലാസ്റ്റ് നമ്മൾ ചേരാനല്ലൂർ നടത്തിയത്.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഇടവേളകളിൽ നമുക്ക് ഇവർ വരാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം വേറെ ടീമായിരുന്നു നടത്തിയത്, ഈ വർഷം വേറെ ടീമാണ്. അപ്പോൾ അവർ വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്തു. ഇത് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ആഡ് ഓൺ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഫാസ്റ്റിങ്ങിലും അവർ നമ്മളെ നേരിട്ട് പറഞ്ഞിരുന്നു. ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഫാസ്റ്റിങ്ങിൽ വന്നിട്ട് നമ്മുടെ BP, ഷുഗർ, കൊളസ്ട്രോള്, യൂറിൻ കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടോ എന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്കോഡയിൽ തന്നെ GM ആയിട്ടുള്ള അസീസ് സാറിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ സാർ പറയും ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് നടന്നതാണ്, പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പോൾ അത് കാരണം സാറിന് ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇവിടെ വന്ന് രാവിലെ 9 മണിക്ക് വന്നു, സാറിന് ഡയറക്റ്റ് പോയി ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, സാറിൻ്റെ പേരെടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, സൂപ്പർ. അപ്പോൾ ഇതേപോലെ ഇനിയും എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ഇക്കൊല്ലം ഇനിയിപ്പോൾ ഓണക്കാലൊക്കെ അല്ലേ, എന്തൊക്കെയാണ് ഓണത്തിനും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? നമ്മൾ എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ വയനാടിന്റെ പ്രോബ്ലം ഒക്കെ കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. എന്നാലും എംപ്ലോയീസിനെ എല്ലാവരും എൻഗേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പരിപാടി നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോസഫിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിപിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പായസം കൂടുതൽ കുടിക്കാനുള്ള ഒരു ടെക്നിക്കായിരുന്നു, ഷുഗർ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓണത്തിന്റെ ജസ്റ്റ് മുമ്പ് തന്നെ. അതെ, നമ്മൾ 2 കൂട്ടം പായസമാണ് ഈ പ്രാവശ്യം. ഓണസദ്യ. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണസദ്യ നമുക്ക് സ്കോഡ മാത്രമല്ല, ഈ പ്രാവശ്യം സ്കോഡ, MG, നിസാൻ, ചേരാനല്ലൂർ, ഫോക്സ്വാഗൻ 2 കൂട്ടം പായസമുണ്ട് എല്ലാവിടെയും. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യത്തെ ഓണസദ്യ നമുക്ക് സ്കോഡയുടെ കൂടെ ആവാം അല്ലേ വിപിന? അല്ലേ വിക്കി? ഓക്കെ, അപ്പോൾ താങ്ക് യു അനന്ത് സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് EVM സ്കോഡയുടെ ജനറൽ മാനേജർ ആയിട്ടുള്ള ശ്രീ അബ്ദുൾ അസീസ് സാറാണ്. സർ, ഇന്നത്തെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്തായിരുന്നു സാറ് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പിനുള്ള സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഞാനൊരു ലാസ്റ്റ് 6 months ആയി എൻ്റെ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ബ്ലഡോ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം ഇങ്ങനൊരു ക്യാമ്പ് നമ്മുടെ HR ആനന്ദ് ഗ്രൂപ്പിലിട്ടപ്പോൾ എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. എല്ലാവരും ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു. അപ്പം എല്ലാവരും അത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് പ്രഷർ കുറച്ച് കൂടുതലാണെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. 150 150/90 ആണ് ഇപ്പൊ എന്റെ ഇന്നത്തെ പ്രഷർ. ബ്ലഡിന്റെ റിസൾട്ട് വരാൻ പോകുന്നുള്ളൂ. അല്ല, പൊതുവേ നമ്മൾ പറയാറുണ്ട് ഈ GM ആയാലും CEO അവരെല്ലാവരും പ്രഷർ കുക്കറിന്റെ ഉള്ളിലാണെന്നുള്ളത്. അത് സത്യമായി തെളിഞ്ഞു. ഇനിവേ അതിനുള്ള സിംറ്റംസ് ഇനിയിപ്പോ എന്തൊക്കെയാണെന്നുള്ള അറിയില്ല. അതിനുള്ള മെഡിസിൻസ് എന്താന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. മെഡിസിൻ ഇല്ലാതെ അത് കുറയ്ക്കാൻ പറ്റുമോ നോക്കണം. പിന്നെ എൻ്റെ ടീം ഇത് പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം ഇതോടുകൂടി അവർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സൂപ്പർ, അതന്നെയല്ലേ വേണ്ടത്. അവർക്കും അത് ഹെൽപ്ഫുള്ളാണ്. പല ആൾക്കാരും ഈ തിരക്ക് പിടിച്ച ഈ ഒഫീഷ്യൽ ലൈഫിൽ 9 to 6 ആണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് പോയി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നോക്കുക, അതിനൊന്നും ആരും മെനക്കെടാറില്ല. ഈവൻ സൺഡേസ് ആണെങ്കിൽ പോലും അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ടൈം മാറ്റിവെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു ഹെൽപ്ഫുള്ളാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത് ഇനീഷ്യേറ്റീവ് എടുത്തതിന് HR ടീമിനും അതുപോലെ നമ്മുടെ മാനേജ്മെന്റിനും ഒരു വലിയൊരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഹാപ്പി ഓണം. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ഇവിടെ MGയുടെ സ്റ്റാഫിന് പുറമെ നമ്മൾ വെൻഡേഴ്സ് ഉണ്ട് അല്ലേ, ലൈക്ക് വാഷിങ്ങിനുള്ളവരുണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. ഇവരൊന്നും നമ്മൾ ഡയറക്റ്റ് പേരോളല്ല, നമ്മൾ വെൻഡേഴ്സിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ നിങ്ങൾ അവർക്ക് കൂടി അവസരം കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ഇൻഫോം ചെയ്തിരുന്നു. അവർ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അവരെയും ഇതിൽ ഉൾപ്പെടുത്തി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരും വളരെ ഹാപ്പി ആയിട്ടാണ് അവരും പോയത്. താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞാൽ അവരും പോയത് നിലവിൽ. തീർച്ചയായിട്ടും. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയും ഇതേപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകളും അതുപോലെ തന്നെ എംപ്ലോയി എൻഗേജ്മെൻറ്റും ആക്ടിവിറ്റീസ് ഇനിയും ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ MGയുടെ GM ആയിട്ടുള്ള സർവീസ് GM ആയിട്ടുള്ള ലുക്മാനുൽ ഹക്കീം സാറാണ്. സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത്. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. യെസ്, മോർണിംഗ്. സാറ് ബ്ലഡ് ഒക്കെ എടുത്തല്ലോ അല്ലേ? യെസ്. സർ, നമ്മൾ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് EVM ഗ്രൂപ്പിൽ ഇപ്പോൾ സാർ കുറേ കാലമായില്ലേ? എത്ര വർഷമായി സാർ EVM ഗ്രൂപ്പിൽ? ഞാൻ ഓൾമോസ്റ്റ് 16 years ആയിട്ടുണ്ട്. 16 വർഷമായിട്ട്. ഗ്രേറ്റ്, അടിപൊളി. അപ്പോൾ സർ, ഈ എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നില്ലേ, എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ? ദർ ആർ തിങ്സ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടീമും നമ്മുടെ മാൻ പവറും നമ്മുടെ എംപ്ലോയീസുമാണ്.
സോ എനിവേ അവരുടെ മോട്ടിവേഷന് വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിൽ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിലൊരു ഇതാണ് നമ്മുടെ അവരുടെ വെൽഫെയറും വെൽബീങ്ങും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത്, ഇതെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു കൊണ്ടുപോകാനും നമ്മുടെ സ്റ്റാഫിനെ ടേക്ക് കെയർ ചെയ്യാനും നമ്മുടെ എംപ്ലോയീസിനെ നല്ലപോലെ നോക്കാനും അത് തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ല. ഇപ്പോൾ എസ്പെഷ്യലി ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ കുറച്ച് നാളുകളായിട്ട് ഹെൽത്തും കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും അവരുടെ ഹെൽത്തും അതുപോലെ തന്നെ അവർ ഈ പറഞ്ഞ വെൽബീങ്ങും ഫ്യൂച്ചറും ഫർദറായിട്ടുള്ള ഇതിലെല്ലാത്തിനും ഒരു നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ ഹെൽത്തിനെ ഒന്ന് കെയർ ചെയ്യാനും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇത് നമ്മൾ നടക്കുന്നതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതെ, ഇപ്പൊ ഈ ഓണക്കാലമൊക്കെ അല്ലേ വരുന്നത്. തീർച്ചയായിട്ടും. എക്സ്പെഷ്യലി സാറിന്റെ ടീം എന്ന് പറയുന്ന സർവീസ് ടീം ഏത് സമയത്തും ടൂൾസിനോടും വെയിറ്റിനോടും മല്ലടിച്ച് ഇരിക്കുന്ന ആളുകളാണ് സാറിന്റെ കൂടെ ഉള്ളത്. അപ്പൊ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെക്കപ്സ് ആണ്? നോട്ട് ഓൺലി ദാറ്റ്, അതായത് ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിന് വേണ്ടി മാത്രമല്ല, ആസ് എ പേഴ്സൺ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു തീർച്ചയായിട്ടും അവരെ നമ്മൾ കെയർ ചെയ്യുന്നത് അതായത് നമ്മൾ വർക്കിന് വേണ്ടി മാത്രമല്ല, എസ്പെഷ്യലി നമ്മുടെ കൂടെ നിൽക്കുന്നു നമ്മുടെ ടീമായിട്ട് ഇത്രയും കാലം നമ്മുടെ കൂടെ നിൽക്കുന്ന ഇനിയും നമ്മുടെ കൂടെ തന്നെ വേണ്ടവരാണ്. അപ്പോൾ അവരുടെ വെൽഫെയർ എന്ന് പറയുന്നത് പേഴ്സണലാണെങ്കിലും കരിയറിലാണെങ്കിലും അത് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും അവരെ ടീമായിട്ട് നമ്മൾ നിർത്തുക എന്ന് പറയും. കാരണം അവരുണ്ടെങ്കിലേ നമ്മളേ ഉള്ളൂ. നമ്മുടെ ഒരു ടീം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലായിട്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൂടെ നമ്മൾ ചെയ്യണം. ഓക്കെ, സൂപ്പർ. സോ കണ്ടില്ലേ, ടീം അല്ല സാറിൻ്റെ ഒരു ഫാമിലിയിലുള്ള ആളുകളെ കൊണ്ടു നടക്കുന്ന പോലെയാണ് ടീമിനെ കൊണ്ടു നടക്കുന്നത്. അതാണ് സാറിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. സോ ഇനി വേറെ എന്തെങ്കിലും സാർ അഡീഷണൽ സാറിന് എന്തെങ്കിലും പറയാനുണ്ട്? നത്തിങ്. ഈ പറഞ്ഞ പോലെ ഇനിയും ഇതുപോലെ ഇനിഷ്യേറ്റീവ്സ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണ്. ഈ VM കോസ്പ്ലേയിങ് ഗാരേജസ് എപ്പോഴും ഇങ്ങനെ നമുക്ക് തന്നെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഇനിയും ഫർദറായിട്ട് ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഇനിയും ഉണ്ടാകും. നമുക്ക് ഇത് ഒരു തുടക്കം മാത്രമോ അവസാനം മാത്രമോ അല്ല. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്തിട്ടേ ഇരിക്കും. ഇനിയും ഇങ്ങനെ തന്നെ, ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.